في الدين والدنيا ولا في الآخرة. ربنا أهلك ودمر ومزق أعداءنا وأعداءك وأعداء المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. UDFന്റെ ചെയർമാനും അതുപോലെ തന്നെ നമ്മളുടെ മുഖ്യ പ്രഭാഷകനും നമ്മളെ ഇവിടുത്തെ ഉദ്ഘാടകനുമായിട്ടുള്ള സി മുഹമ്മദ് അലി സാഹിബ് അവറുകളെ, അതുപോലെ KMCC ആദവനാട് പഞ്ചായത്തിന്റെ ഗ്ലോബൽ കമ്മിറ്റിന്റെ പ്രസിഡന്റ് പ്രസാദ് സാഹിബ് അവറുകൾ, അതുപോലെ തന്നെ മൂസ സാഹിബ് ഓർഗനൈസേഷൻ സെക്രട്ടറി അവറുകൾ, അതുപോലെ തന്നെ നമ്മളെ കാരണവന്മാരായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നേതാക്കളെ, നമ്മളിന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് UDFന്റെ ഒരു കൺവെൻഷനിലാണ്. അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷം തോന്നുകയാണ്. 7ാം വാർഡ് UDFന്റെ കൺവെൻഷനിൽ നമ്മൾ ഈ സമയത്ത് പല ആളുകളും നമ്മൾ ഇവിടെ ജോലിയൊക്കെ പല നിർത്തിവെച്ച് പല ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാനാർത്ഥി അഷ്റഫ് സാഹിബ് അവർകള്, അതുപോലെ തന്നെ നമ്മളുടെ വാർഡിന്റെ സ്ഥാനാർത്ഥി നാസർ സാഹിബ്, അതുപോലെ നമ്മൾക്ക് ഇനി നമ്മളുടെ വസീമ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ എത്തും. അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ UDF സംവിധാനത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ സ്ഥാനാർത്ഥിനെ നമ്മൾ ജയിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പല വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുജീബ് തങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ UDF 7ാം വാർഡ് കൺവെൻഷന് വേണ്ടി സ്വാഗതം ചെയ്യുക. അപ്പോ വികസനവും നമ്മൾ കഴിഞ്ഞ കൺവെൻഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ പറയാം. നമ്മളെ ഒന്ന് അപ്പുറത്തേക്ക് പ്രിയപ്പെട്ട ഷാഹിന ബഷീറിന്റെ വാർഡിലേക്കും പുളിക്കൽ നാസറിന്റെ വാർഡിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കുമ്പോഴാണ് നമുക്ക് UDF സംവിധാനത്തിൽ ഒരു മെമ്പർ ഇല്ലാത്തതിന്റെ പ്രശ്നം നമ്മുടെ നാട്ടുകാർക്ക്. ഞാൻ എപ്പോഴും മേലെ പറയുന്നുണ്ട്, കരിപ്പോളൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ 6ാം വാർഡ്, ഇപ്പോ അത് 5ാം വാർഡാണ്. അന്നത്തെ ഇലക്ഷൻ റിസൾട്ട് നഷ്ടം സംഭവിച്ചത് മത്സരിച്ച ആൾക്കോ പാർട്ടിക്കോ ഒന്നല്ല, ആ നാട്ടിലെ ജനങ്ങൾക്കാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കാണ് അവിടെ വികസനം ഏത് നോക്കത്താ ദൂരത്തു നിന്ന് വികസനം തേടി പിടിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെ ജനങ്ങളെ എന്തോ വിചാരിച്ച് അകറ്റി നിർത്തിയപ്പോ നഷ്ടം സംഭവിച്ചത് അവിടുത്തെ റോഡുകൾക്കും അങ്കലവാടികൾക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഒക്കെ ഉള്ള വളരെ മോശമായ സാഹചര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മോഹന നല്ല സംസാരശേഷിയും കാര്യങ്ങളും വെച്ച് മാത്രം വോട്ട് ചെയ്താല് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ നമുക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് സ്ഥാനാർത്ഥി UDF. പ്രിയമുള്ളവരെ, സാധാരണ ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ തെരഞ്ഞെടുപ്പിനും നമ്മളിങ്ങനെ കൂടാറുമുണ്ട്. പക്ഷേ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ വോട്ടും ഇതുവരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ടതിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ വോട്ടർ പട്ടികയിലെ പേര്, ആ പേര് ഉപയോഗിച്ച് നമ്മൾ ഇത്ര നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്, അതിനുശേഷം എത്ര ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്, ഏതൊക്കെ ചിഹ്നത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നൊക്കെ സസൂക്ഷ്മം പരിശോധിച്ച് അതിൽ നിന്ന് വെട്ടിമാറ്റി അകലം നിർത്തുന്ന ഒരു കാലത്ത് ആരും ആരെയും വോട്ട് ചെയ്യിക്കാൻ വിളിക്കാതെ ഇത് അവനവന്റെ കാര്യമാണെന്ന നിലക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി കാർഡും നമ്മുടെ ആധാർ കാർഡും നമ്മുടെ റേഷൻ കാർഡും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ നമുക്കുള്ളതാണെങ്കിലും ഓരോ വർഷവും നിങ്ങൾക്ക് പുതിയ പുതിയ രേഖകൾ വേണമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുന്നു. ഇപ്പൊ നമ്മളങ്ങോട്ട് കടന്നു വരുമ്പോൾ കേട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ, ആ വഖഫ് സ്വത്തുക്കൾ പരമ്പരാഗതമായി പണ്ട് കാലം മുതൽക്കേ ഇവിടെ നിലനിന്നത് എന്നാണ്.
അതിനെ രജിസ്റ്റർ ചെയ്തതിന് പുറമെ വീണ്ടും രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ടി അതിനുവേണ്ടി ബുദ്ധിമുട്ടി നടക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് വരുമ്പോൾ നേരം വൈകിയത് എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമോ അത് മുഴുവനും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ വിലപ്പെട്ട വോട്ടാണ്, നിങ്ങൾ വോട്ട് ചെയ്യാൻ വരണം എന്നെല്ലാവരും പറയേണ്ട ഒരു കാലമായി മാറി. എല്ലാവരും പറഞ്ഞുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളായാലും ആ തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായി മാറാൻ ഇനിയുള്ള കാലം പോവുകയാണ്. 2002 വോട്ട് ചെയ്ത അല്ലെങ്കിൽ 2004 വോട്ട് ചെയ്ത ഒരു വോട്ടറുടെ പിന്തുടർച്ചക്കാരായിക്കൊണ്ട് നിങ്ങളുടെ രേഖ പുതുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. പല ആളുകളും അതിൻ്റെ വിഷമത്തിലാണ്. ബഹുമാനപ്പെട്ട പാർട്ടി അതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പം അടുത്ത മാസം 11-ാം തീയതി വരേക്ക് അതിൻ്റെ കാലാവധി സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും അവരവരുടെ രേഖ കൃത്യമായി സൃഷ്ടിക്കപ്പെടേണ്ട ഒരു സമയത്ത് വന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് പണ്ട് കാലങ്ങളിലൊക്കെ രാവിലെ ചെയ്യാം, പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്താ അത് 11 കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ പഴമക്കാരായ ആളുകളുടെ ശീലം മാറ്റി പുതിയ തലമുറ അതിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് വളരെ കർശനമായി എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. 2-3 കാര്യങ്ങളുണ്ട്. രാജ്യം വർഗീയമായി അപകടത്തിലേക്ക് പോവുകയാണ്. അപ്പുറത്ത് ആര് മത്സരിക്കുന്നുവോ അതല്ലെങ്കിൽ അവരെന്ത് പറയുന്നുവോ എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. നമ്മുടെ രാജ്യത്ത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്ന ആ പേര് കളയാതെ ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും പാർസിയും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ഇതുവരെ ജീവിച്ചതിൽ നിന്ന്, അതായത് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ആ ജീവിച്ച അതേ രൂപത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള അവസരം സൃഷ്ടിക്കാൻ എൻ്റെ ഒരു വോട്ട് വിലപ്പെട്ടതാണ്. എന്തിനാണ് രാഷ്ട്രീയം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിന്റെ അംഗീകാരം നിങ്ങളെ ജനാധിപത്യ മുന്നണിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നാസർ മത്സരിക്കുന്ന നാസറിന്റെ കോഴി ചിഹ്നത്തിൽ നിങ്ങൾ ആ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇന്ത്യ രാജ്യത്ത് മതേതര ശക്തികളെ ഒരുമിച്ച് നിർത്തി രാജ്യത്തിന്റെ ഭാസുരമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ മുന്നണിയുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമെന്ന് ഒരു ബട്ടൺ അമർത്തലാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയ. അതല്ലാതെ ഒരാൾക്ക് വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ ചെയ്തു, ഇവർ പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ളതല്ല വോട്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്, പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണെന്ന് പറയുന്നത്? ഇതും അതിലുണ്ട്. പണ്ട് CH ഐദറോസ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അള്ളാഹു അവരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സംഘടനാ പ്രവർത്തനത്തിന് പോയിട്ട് വരുമ്പോൾ ചേളാരിയിൽ നിന്ന് രാത്രി 12-1 മണിക്ക് എല്ലാ വണ്ടിക്കും കയ്യേറ്റി. ഇതുപോലല്ലേ കയ്യേറ്റപ്പോൾ ഒന്ന് പോലീസ് വണ്ടിക്കാണ്, പോലീസുകാരെ നിർത്തി. CI ചക്രവർത്തി അദ്ദേഹം നിർത്തി, എവിടേക്കാണ് പോകണം? എനിക്ക് എടരിക്കോട് പോകണം, അവിടെ നിന്നാണ് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇത് പോലീസ് വണ്ടിയാണെന്ന് അറിയില്ലേ? അതിലും നല്ല മനുഷ്യന്മാരുണ്ടാവില്ലേ ചോദിച്ചു. അതിലുണ്ടാവില്ല നല്ല മനുഷ്യന്മാർ. അപ്പോൾ മൂപ്പര് നീ പറഞ്ഞ് കയറ്റി മുന്നിലിരുത്തി. ആ കഥ പറഞ്ഞ നേരം വെളുക്കും. മുന്നിലിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മുന്നിലിരിക്കൂലാതെ പിന്നിലിരുന്ന് ഉൾപ്പറമ്പിൽക്ക് ആ റെക്കോർഡ് എത്തിയപ്പോൾ അപ്പോൾ ഇയാൾക്ക് പോലീസുകാർക്ക് സംഗതി മനസ്സിലായി, ഇത് നമ്മൾ വിചാരിച്ച മട്ടത്തിലല്ല. അവിടെ എത്തിയപ്പോൾ റെക്കോർഡ് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇറങ്ങില്ല, അപ്പം ഇറക്കില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം. വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ പോയി നിർബന്ധിച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന് നിർത്തിയിട്ട് പറഞ്ഞ്, ഞാൻ ഈ പുതുപ്പറമ്പ് ഈ പള്ളിയിലാണ് കിടക്കപ്പോൾ, കാരണം മണി 1:30. എൻ്റെ ഭാര്യയും കുട്ടികളെ ഇപ്പോൾ പോയി വിളിച്ചോർത്താൻ പാടില്ല, അവർ നല്ല ഉറക്കിലാണ്. നിങ്ങളൊക്കെ
എൻ്റെ വീട്ടിലേക്ക് ഞാൻ സൽക്കരിച്ച് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കോട്ട് അറിയില്ല. അപ്പം ഞാൻ സൽക്കരിക്കാൻ പാടില്ല. നിങ്ങളിവിടെ ആക്കി തന്നതിന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പിന്നെ അരപ്പട്ടയുടെ കണ്ണ് തുറന്നിട്ട് 2.5 ഉറുപ്പ്യ അവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ അടുത്തുണ്ട് ബസ്സിന് തന്നെ. ആ പൈസ നാളെ ഇതിൽ എണ്ണ അടിക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളൂ. പോലീസ് വണ്ടിയില്ലേ, ആ പൈസ നിങ്ങൾ ഇതിൽ കൂട്ടണം എണ്ണ അടിക്കുന്നത്. അപ്പോൾ ഇയാൾ ആകെ സ്തംഭിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ അത് മുജറബാണ്, പരിശോധിച്ച് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അത് ആ 2.5 ഉറുപ്പ്യ കൊടുത്തപ്പോൾ ഇതെന്തായാലും വേണ്ട, അത് പറ്റൂല, അത് നിങ്ങളുടെ മുതലല്ലോ, പൊതു സ്വത്താ, നിങ്ങളുടെ അടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കൂട്ടി നാളെ എണ്ണടിക്കണം എന്ന് പറഞ്ഞ ഐദർസ് മുസ്ലിയാർ മരിക്കുന്നത് വരെ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. അവരൊന്നും ഐക്യജനാധിപത്യ മുന്നണി മാറിയിട്ടില്ല. അങ്ങനെ പ്രിയപ്പെട്ട ആലിമീങ്ങളും സാദാത്തുക്കളും മുക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും ഒക്കെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അവരൊക്കെ ചെയ്ത തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നമ്മൾ നാസറിനും ബഷീറിനും മുസീമാക്കും വോട്ട് ചോദിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുള്ളതാണ്. മനകളാണെങ്കിൽ 2-3 മനകളുണ്ട്, വാര്യങ്ങളാണെങ്കിൽ 2-3 വാര്യങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മതപരമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഹിന്ദുക്കൾക്കിടയിൽ ഒരു തീരുമാനമെടുക്കാൻ അന്തിമമായുള്ള ആഴ്വാഞ്ചേരി മനയുണ്ട്. നമുക്ക് മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയുണ്ട്, മജ്മഅ തസ്കിയത്തുൽ ഇസ്ലാമിയുണ്ട്. നമുക്ക് ഒരുപാട് ദീനീ സ്ഥാപനങ്ങളും ഒരുപാട് നല്ല അന്തരീക്ഷങ്ങളും. ഇന്നലെ എൻ്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അഖണ്ഡനാമമാണ്. ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ കഴിയുന്നത്. ആ ചേർച്ചക്കും ആ ഒരുമിക്കലിനും ഒരു തകരാറും ഉണ്ടാകാതെ പോകാൻ വർഗീയത ഒട്ടും തൊട്ട് തീണ്ടാത്ത ഒരന്തരീക്ഷത്തിൽ മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ UDF-ന്റെ നേതാക്കന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനും അതുവഴി ഭാരതത്തിൻ്റെ സംശുദ്ധമായ നിലനിൽപ്പിന് വേണ്ടി നമ്മളൊരു ബലം പകരാനും ഈ വോട്ടുകൾ ഉപകരിക്കട്ടെ, അത് നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച നിങ്ങളോട് നന്ദി പറയുകയാണ്. ഏത് സമയത്തും പെട്ടെന്നൊക്കെ ആളുകൾ മരിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ മറന്നു പോകരുത്. നമ്മുടെ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം വോട്ട് ചെയ്യുന്നതോടൊപ്പം ഈ കാലത്ത് നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കുന്ന കാലത്ത് ബാപ്പയുടെയും ബാപ്പാന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും ഉമ്മാന്റെ ഉമ്മയുടെയും പേര് പരിശോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇസ്സത്തോടുകൂടെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ, ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ അവസരമുണ്ടാക്കി തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയും അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് നല്ല വിജയം അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും പോരാടണം. അള്ളാഹുവിന്റെ ജീവനാണെന്ന് കണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കണം. അത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നമ്മൾ അള്ളാഹു എന്ന് പറയും, മൊത്തത്തില് ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഞാൻ നീട്ടിപ്പറ്റി പറയുന്നില്ല. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. വസീമ നമ്മളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അവര് നല്ല പഞ്ചായത്തിൽ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇനി അതിലും ആ ഒരു പരിചയ സമ്പത്ത് നേടിയെടുത്തുകൊണ്ട് അതിനേക്കാൾ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നാസർ നമ്മളെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അയാൾ ഇപ്പോൾ വളരെ ഊർജ്ജസ്വലനായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനിയും അതിനേക്കാൾ ഊർജ്ജസ്വലനായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. എല്ലാ കാര്യത്തിലും നല്ല സമ്പൂർണ്ണ വിജയം നേടാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അഷ്റഫ് നമ്മളോട് വോട്ട് അഭ്യർത്ഥിച്ചു പോയി. അദ്ദേഹം പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യ സ്നേഹിയായിട്ട് മനുഷ്യന്മാരെ സഹായിക്കാനൊക്കെ ഏത് സമയത്തും എവിടെ എത്തും എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും അതുപോലെ മനുഷ്യരെ ബഹുമാനിക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി
നേടാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസാ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജയ് ഹിന്ദ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട UDF-ന്റെ ചെയർമാൻ, സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട മുർക്കത്ത് അലിക്കാക്ക, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, മുജീബ് തങ്ങള്, UDF-ന്റെ നേതാക്കന്മാരെ, നല്ലവരായ കാരണവന്മാരെ, മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വെട്ടിച്ചിറ ഡിവിഷനിൽ നിന്നും സ്ഥാനാർത്ഥിയാവാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. 7ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോ മുഖങ്ങളും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. കൂടുതൽ എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർ നോക്കുമ്പോൾ ഞാൻ അറിയുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണുള്ളത്. അപ്പൊ എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനിങ്ങോട്ട് കയറി വരുമ്പോ എന്നോട് ആദമ് പറഞ്ഞത്, മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല കേട്ടാന്ന്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവണം എന്നതാണ് ഓൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ടത് ബലം പ്രയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓനക്ക് ഓരോരുത്തരും ഈ 7ാം വാർഡിലെ ഈ പ്രദേശത്തുള്ള ഓരോരുത്തരെയും എനിക്കറിയാം, എന്നെ അവർക്കും അറിയാം. അപ്പൊ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ഞാൻ മാത്രം ജയിച്ചാൽ പോരാ. പ്രിയപ്പെട്ട നാസർ, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി വസീമ, എല്ലാവരും കൂട്ടമായി നിന്ന് നമ്മുടെ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു റോഡും ടാർ ചെയ്യാത്തത് ഉണ്ടാവില്ല. ഇപ്പൊ ബഷീറിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബഷീറിന് റോഡ് ടാർ ചെയ്യാനില്ല, നാസറിന് ടാർ ചെയ്യാനില്ല. ഇപ്പൊ ലൈറ്റുകളൊക്കെ വെച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മള് പഞ്ചായത്തും വാർഡും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമ്മളുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മൾ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമുക്കിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 5 വർഷം ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ 5 വർഷം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒക്കെ പരിഹരിച്ച് അതൊന്നും മനസ്സിൽ വെക്കാതെ നമ്മുടെ നാസറിനെയും അതേപോലെ തന്നെ എന്നെയും അതേപോലെ തന്നെ വസീമയെയും കുറിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലും എല്ലാ മേഖലയിലും കുറ്റിപ്പുറത്തിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന് ഒരു വനിത ആണ് നയിച്ച് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് നമുക്ക് പാർട്ടി ഇവിടെ തന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് എല്ലാവരെയും വിജയിപ്പിക്കണം, നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ആശുപത്രി ഉണ്ടെങ്കിലും അത് ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള FHC അതുപോലെ തന്നെ സബ് സെന്ററുകളൊക്കെയാണ്. അപ്പോൾ അതിന് ഫണ്ട് വകയിരുത്താൻ കഴിയുക ആദവനാട് ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് ഫണ്ട് വകയിരുത്തേണ്ടത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ഞങ്ങൾ അവിടെയുള്ള പദ്ധതിയുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 6.5 കോടി രൂപയുടെ പദ്ധതികളാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോ ഞാൻ പലപ്പോഴും ഞങ്ങൾ HMC മീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മുടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്. ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്, എടയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലപ്പുറമായിട്ട് തീർത്ഥാനയിൽ നിന്നും തവനൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞു നമ്മുടെ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അലിക്കാക്ക, അതുപോലെ തന്നെ
ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഹമ്മദ് സാഹിബ്,